the value of integral 1 by z square plus 4. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത അതേ ടൈപ്പാണ് കേട്ടോ. ഇന്നലെ നമ്മൾ e raised to z മുകളിലുള്ള ഒരു ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ അതേ വേർഷൻ ആണ്. പക്ഷേ e raised to z മുകളിലില്ല എന്ന് മാത്രം. ഇന്നലെ മീൻസ് the previous day. Around the circle mod z minus I equal to 2 oriented in counterclockwise direction. Counterclockwise direction oriented ആയിട്ടുള്ള ഈ ഒരു കർവിന് അല്ലെങ്കിൽ സർക്കിളിൽ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? റെസിഡ്യൂ തിയറം ഉപയോഗിക്കാം, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ചിലപ്പോൾ കോഷീസ് ഇന്റഗ്രൽ തിയറം ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ആരെ ഡിപ്പെൻഡ് ചെയ്യും? സിംഗുലാരിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. എന്താ ചെയ്യേണ്ടത്? ആദ്യം കിട്ടിയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുത്തേക്കാം. എന്നിട്ട് z സ്ക്വയർ ഇസ് ഈക്വൽ ടു -4 z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i എന്ന് വരും. നമ്മുടെ കർവ് മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 2 ആണ്. അതിൽ z ഈക്വൽ ടു 2i കൊടുക്കുക ആദ്യം. അപ്പോൾ 2i മൈനസ് ഐ മോഡ്ലെസ് 2i മൈനസ് ഐ എന്ന് വരും. മോഡ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 2. അപ്പോൾ ഇത് ഇൻസൈഡ് അല്ലേ. അതുപോലെ z ഈക്വൽ ടു മൈനസ് 2i കൊടുക്കുക. മൈനസ് 2i മൈനസ് ഐ 3i വരും. മൈനസ് 3iന്റെ മോഡുലസ് 3 ആണ് കിട്ടുക, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2 അല്ലേ. ഇത് ഔട്ട്സൈഡ് ആണ്, ഇത് ഔട്ട്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻസൈഡ് പോയിന്റിൽ മാത്രം എന്ത് കണ്ടുപിടിക്കുക? റെസിഡ്യൂ കണ്ടുപിടിക്കുക. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു യെസ് കറക്റ്റ് ആണ് കേട്ടോ 2i. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 2i. ഇനി കട്ട് ചെയ്യാനുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. അല്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കും. z മൈനസ് 2i ഇൻറ്റു എഫ് ഓഫ് z അല്ലേ. എഫ് ഓഫ് z ഇസ് 1 ബൈ z മൈനസ് 2i ഇൻറ്റു z പ്ലസ് 2i. ഓക്കെ, ഇങ്ങനെ എടുക്കും. ഇത് കട്ട് ചെയ്ത് കളയും. ഇതിങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആൻസർ എഴുതാൻ റെസിഡ്യൂ എന്താണെന്നുള്ളത് കേട്ടോ. 2i കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ബൈ 2i പ്ലസ് 2i 4i ആണ്. ദർഫോർ ഇന്റഗ്രൽ 1 ബൈ z സ്ക്വയർ പ്ലസ് 4 dz എങ്ങനെ എഴുതാം? നമുക്ക് 2pi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. റെസിഡ്യൂ 1 ബൈ 4i ആണ്. ഐ കട്ട് ചെയ്ത് പോവും. 4ഉം 2ഉം കട്ട് ചെയ്താൽ വിൽ ഗെറ്റ് പൈ ബൈ 2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് വരാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. The value of integral closed integral over C 1 by z minus z naught dz, where C is the circle centered at z equal to z naught and of any radius. The path being traced out once in anti-clockwise direction is എന്താണ് വാല്യൂ? ഇതൊക്കെ വേഗം പറയാം നിങ്ങൾക്ക് ആൻസർ എന്താണെന്ന്. ഇതൊക്കെ എന്ത് ചോദ്യമാണല്ലോ. ഒബിയസ്ലി ഓപ്ഷൻ എ ആണ് ആൻസർ. എന്താ അങ്ങനെ? എങ്ങനെയാ അത് പെട്ടെന്ന് ഓപ്ഷൻ എ ആണെന്ന് കിട്ടാം? ഇവിടെ റേഡിയസിനെ പറ്റി പറയുന്നില്ല. എന്താ പറയുന്നത്? സെന്റർ സെറ്റ് നോട്ടിലാണെന്ന് പറയുന്നത്. എനി റേഡിയസ്. ഇനി ആ സെറ്റ് നോട്ടിലാണ് ഇവിടുത്തെ സിംഗുലാരിറ്റി ഉള്ളത്. അപ്പോൾ ഒബിയസ്ലി ആ സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാനുള്ള സാധനം സെറ്റ് മൈനസ് സെറ്റ് നോട്ട് കട്ട് ചെയ്ത് പോകും. പിന്നെ ബാലൻസ് വരുന്ന ഫംഗ്ഷൻ ഏതാ? 1 ആണ്. 1ന്റെ റെസിഡ്യൂ 1 തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ 2pi ഇൻറ്റു 1 ആൻസർ ഇസ് 2pi. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ് z ഈക്വൽ ടു z നോട്ട് ഇസ് ദ സിംഗുലാരിറ്റി ഈസ് ഇൻസൈഡ് മോഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു r ഫോർ എനി റേഡിയസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് r എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് z നോട്ട് ആണ്. ഇതെന്താണ്? ഇൻസൈഡ് ആണെന്ന് നമുക്കറിയാലേ. സെൻട്രലാണ് ആ സിംഗുലാരിറ്റി ഉള്ളത്. അപ്പോൾ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z equal to z naught is limit z tends to z naught
z minus z naught into 1 by z minus z naught. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ you will get 1. Therefore, integral over c 1 by z minus z naught dz is 2 pi I into 1. It's 2 pi I. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? 2 pi I ആണ് വാല്യൂ എന്ന് പറയാം. മൂന്നാമത്തെ ചോദ്യം. Question number 3. Let gamma be the closed curve and let A and B be any 2 points lying inside gamma. Then the value of integral over gamma 1 by z minus A into z minus B dz is. എന്താണ് ഇതിന്റെ വാല്യൂ എന്നാണ് ചോദിക്കുന്നത്. ഇത് എളുപ്പം പറയാൻ പറ്റുമൊന്നുമില്ല, നമ്മൾ ചെയ്തു നോക്കേണ്ടി വരും. ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെ ചെയ്ത് നോക്കുക? നോക്കൂ, z മൈനസ് എ ഇൻറ്റു z മൈനസ് ബി. ഇത് സിംഗുലാരിറ്റി നോക്കേണ്ട കഥയൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ആൻഡ് ബി 2 പോയിന്റ്സ് ലൈങ് ഇൻസൈഡ് സി. അതാണ് ഇവിടുത്തെ സിംഗുലാരിറ്റി അല്ലേ? എ ആൻഡ് സിംഗുലാരിറ്റി ബി ഇൻസൈഡ് സി. സീനെ പറ്റി സ്പെസിഫിക് ആയിട്ട് നമ്മളോട് വേറെ പറഞ്ഞിട്ടില്ല. ഇൻസൈഡ് സി എന്ന് പറയാം, ഇവിടെ വേണമെങ്കിൽ ഗാമ എന്ന് പറയാം കേട്ടോ. സിയും ഗാമയൊക്കെ ഒന്ന് തന്നെ. നമ്മുടെ കർവ് എന്നുള്ള അർത്ഥത്തിലെ നമ്മുടെ മീനിങ്, കർവ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണോ? 2 പോയിന്റിലെയും റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു എ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലിമിറ്റ് z ടെൻസ് ടു എ z മൈനസ് എ ഇൻറ്റു 1 by z minus a into z minus b. അപ്പോൾ z minus a കട്ട് ചെയ്ത് പോവും. പിന്നെ ലിമിറ്റ് z പകരം a ആണ് കൊടുക്കേണ്ടത്. ഈ 1 by z minus b മാത്രമേ കാണുള്ളൂ. കൊടുത്താൽ 1 by a minus b എന്ന് കിട്ടും. ഓക്കെ, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z അറ്റ് z ഈക്വൽ ടു b. അതും എന്തായിരിക്കും? ഇതേപോലെ തന്നെ ലിമിറ്റ് z ടെൻസ് ടു b z minus b into 1 by z minus a into z minus b. z minus b കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 by z minus a വരും. z നെ b കൊടുത്താൽ 1 by b minus a. 1 by b minus a. ഓക്കെ, യെസ്, അത്രയേ ഉള്ളൂ. എന്താണ് സം ഓഫ് റെസിഡ്യൂസ്? സം ഓഫ് റെസിഡ്യൂസ് എന്താ വരിക? 1 by a minus b പ്ലസ് 1 by b minus a. ഇതെന്താ? 1 by a minus b മൈനസ് 1 by a minus b. ശരിയല്ലേ? ഇത് നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് മൈനസ് ആവും. അപ്പോൾ a minus b തന്നെ വരും. ക്യാൻസൽ ആയി പോയി 0 എന്ന് കിട്ടില്ലേ? ആൻസർ 0. സം ഓഫ് റെസിഡ്യൂ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ 0 ആയിരിക്കും. ഇന്റഗ്രൽ 1 by z minus a into z minus b dz is 0. 2 pi a into 0. ഓക്കെ, നാലാമത്തെ ചോദ്യം. ലെറ്റ് ഗാമ ബി ദ സർക്കിൾ ഓഫ് റേഡിയസ് 1 സെന്റേർഡ് അറ്റ് z ഈക്വൽ ടു മൈനസ് i. ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ ഓവർ ഗാമ e raised to z by z square plus 1 dz. e raised to z by z square plus 1 dz. ഇതിന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. ഇവിടുത്തെ ഗാമ എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് റേഡിയസ് 1 സെന്റേർഡ് അറ്റ് z ഈക്വൽ ടു മൈനസ് i. അപ്പൊ ശ്രദ്ധിക്കണേ, ഗാമ ഇസ് z മൈനസ് ഐയിലാണ് സെന്റർ. അപ്പൊ z പ്ലസ് ഐ മോഡ് z പ്ലസ് ഐ ഈക്വൽ ടു 1 ആണ് ഇവിടുത്തെ സർക്കിൾ അല്ലെ? z മൈനസ് z നോട്ട് ഈക്വൽ ടു r ആണെങ്കിൽ z നോട്ട് സെന്റർ. അപ്പൊ z മൈനസ് z നോട്ട് ഇവിടെ z പ്ലസ് ഐ ആവുന്നിട്ടില്ല. അപ്പൊ i മൈനസ് ഐ ആണ് സെന്റർ വരിക. ഓക്കെ, സിംഗുലാരിറ്റി z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0, z സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 1, z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. അപ്പോൾ ഒരെണ്ണം ഇൻസൈഡും ഒരെണ്ണം ഔട്ട് സൈഡും ആയിരിക്കും. z ഈക്വൽ ടു ഐ കൊടുത്താൽ അത് i പ്ലസ് ഐ വിച്ച് ഇസ് 2i. മോഡുലസ് ഓഫ് 2i ഇസ് 2 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഇത് ഔട്ട് സൈഡ് അല്ലേ? ഇത് ഔട്ട് സൈഡ്. ആൻഡ് z ഈക്വൽ ടു മൈനസ് ഐ കൊടുത്താൽ മൈനസ് ഐ പ്ലസ് ഐ വിച്ച് ഇസ് 0 ലെസ് ദാൻ 1 ഇൻസൈഡ്. അപ്പൊ ഈ പോയിന്റിലെ റെസിഡ്യൂ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അപ്പോൾ റെസിഡ്യൂ എന്തായിരിക്കും കിട്ടുക? നമുക്ക് 2 pi i ഇൻറ്റു ഇന്റഗ്രലിന്റെ വാല്യൂവിനെ ഞാൻ നേരിട്ട് എഴുതാം. e raised to z by z square plus 1 dz is 2 pi i ഇൻറ്റു റെസിഡ്യൂവിന്റെ വാല്യൂ z ടെൻസ് ടു മൈനസ് ഐ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ e raised to മൈനസ് ഐ ബൈ
ഇവിടെ താഴെ z ടെൻസ് ടു മൈനസ് ഐ കൊടുക്കുമ്പോൾ ഏതാണ് ടേം ഇല്ലാണ്ടിരിക്കുക? z പ്ലസ് ഐ ആണോ z മൈനസ് ഐ ആണോ ഇല്ലാണ്ടിരിക്കുക? ഏത് ടേമാണ് ഇല്ലാണ്ടിരിക്കുക? മൈനസ് ഐ ആണ് ലിമിറ്റ് കൊടുക്കുന്നെങ്കിൽ മൈനസ് ഐ ആണ് ഉണ്ടാവുക താഴെ. z പ്ലസ് ഐ ആണ് ഇല്ലാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും ഇവിടുന്ന് നമുക്ക്? ദിസ് ഇസ് 2πi ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ബൈ മൈനസ് 2i. കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ഇറ്റ് ഇസ് മൈനസ് പൈ ഇ റേസ് ടു മൈനസ് ഐ. മൈനസ് പൈ ഇ റേസ് ടു മൈനസ് ഐ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക.